തൃശൂർ, നീ കൂടെ ഉള്ളപ്പോ ഒരു ദിവസം എത്ര പെട്ടെന്നാ കടന്നു പോകുന്നത്. ഒരു വർഷം ഒരു നിമിഷം പോലെ കടന്നു പോകുന്നത് അറിയാം. ആണോ? അതാണ് യഥാർത്ഥ സ്നേഹം. അവര് പോയോന്ന് നോക്ക്. പോയി. എടാ വൃത്തികെട്ടവന്, ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ ഞാൻ. ഒരു ചാൻസ് കിട്ടിയപ്പോ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുന്ന നീ. ഉമ്മ വയ്ക്കാൻ വന്നില്ലേ നീ? അതും ഈ ശൈലുവിന്റെ കയ്യില്. ഏയ്, ഞാൻ എങ്ങനെയെങ്കിലും ഈ ഗ്യാപ്പിൽ പെർഫോം ചെയ്ത് സ്കോർ എങ്ങനെയെങ്കിലും കൂട്ടാൻ നോക്കുമ്പോ നീ എന്നെക്കാളും കൂടുതൽ പെർഫോം ചെയ്യാൻ നോക്കാണല്ലേ. മിണ്ടാതെ പോയി എവിടെയെങ്കിലും കിടന്നുറങ്ങാൻ നോക്ക്. ശൈലു, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേ. ശരി, ഞാൻ പോയി കിടന്നോളാം. നീ ഇതെങ്ങോട്ട് അങ്ങോട്ട് പോകുന്നേ? നിന്റെ സ്ഥലം ഇതാന്ന് അറിഞ്ഞൂടെ നിനക്ക്? അല്ല ശിവാനി, ഞാൻ സോറി. അല്ല ശൈലു, ഞാൻ അവിടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി കിടന്നോളാം. ഡിസ്റ്റർബ് ചെയ്യില്ലെന്നേ. തന്നെ കിടക്കണമെന്നുണ്ടോ അതോ പുറത്ത് പോയി കിടക്കുന്നോ നീ? എന്നാ ശരി, ഞാൻ അവിടെ തന്നെ കിടന്നോളാം. പോയി കിടന്നുറങ്ങിക്കോ. അവളുടെ സംസാരത്തിൽ അവനോട് ഒരുപാട് സ്നേഹമുണ്ടല്ലോ. അവൾ നിന്റെ മരുമകൾ തന്നെയാണെന്ന് തോന്നുന്നു ദിഗ്വിജയ. അവളുടെ ആ കൊഞ്ചലും കുഴലും ഒക്കെ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല ദാക്ഷായണി. എന്നെ വിവാഹം കഴിച്ച എന്റെ കൂടെ സുഖമായിട്ട് ഇവിടെ ജീവിക്കേണ്ട അവൻ വേറൊരുത്തിയുടെ കൂടെ. അല്ല ദിഗ്വിജയ, അവൾ നാഗറാണി ആണോ അല്ലയോ എന്ന് പരീക്ഷിക്കാൻ പോയിട്ട് നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നത്? ദാക്ഷായണി, എന്റെ ഈ രൂപം മാറിയിട്ടുണ്ടാവാം, എന്നാലും ഞാൻ അവന്റെ അച്ഛനാണ്. അപ്പൊ ഈ സമയത്ത് അവന്റെ റൂമിലേക്ക് നോ. അത് നന്നായി. സംസ്കാരം അല്ലേ? അത്രമാത്രം സംസ്കാരത്തെ മുറുകെ പിടിക്കുന്ന ഒരാളായിരുന്നു അല്ലേ നിങ്ങൾ? അത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നിന്റെ വിശ്വാസത്തിൽ അവൾ ശിവാനി അല്ലേ? അറിയില്ല, കാരണം എനിക്ക് അവളെപ്പറ്റി ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. പക്ഷേ വീട്ടുകാർക്ക് ഇപ്പൊ അവളെപ്പറ്റി സംശയമുണ്ട്. റൂമിൽ അവർ പെരുമാറുന്ന രീതി കണ്ടിട്ട് അവർ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരല്ല എന്ന് പറയാൻ ഒരു കാരണം എനിക്ക് തോന്നുന്നില്ല. അവളോട് സാദൃശ്യമുള്ള ഒരാൾ ഇവിടേക്ക് വന്നെങ്കിൽ അവളുടെ സംസാര രീതിയും ഗുണങ്ങളും ഒക്കെ അഭിനയിപ്പിക്കാമല്ലോ. ഈ വാക്കുകൾ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. എങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നിയ സംശയത്തിന് ബലം കിട്ടട്ടെ. പിന്നീട് എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കാം. നിങ്ങളെല്ലാം ആലോചിച്ചോ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അവള് ശിവാനി തന്നെയാണെന്ന്? തോന്നാതിരിക്കാൻ എന്താ കാരണം? അവള് വീട്ടിലുള്ളവരെയൊക്കെ ഓർമ്മിക്കുന്നുണ്ട്, സംസാരിക്കുന്നുമുണ്ട്. അവള് സംസാരിക്കുന്ന രീതിക്ക് കുറച്ച് മാറ്റം ഉണ്ടെങ്കിലും അത് മാറ്റിവെച്ച അവള് ശിവാനി തന്നെയല്ലേ? അല്ലേ എന്ന് ചോദിക്കുന്നതിൽ തന്നെ അല്ല എന്ന ഉത്തരവുമുണ്ട്, സംശയങ്ങളും ഉണ്ട്. അതിന്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്തുത്തരം കണ്ടുപിടിക്കണോന്ന് വന്നിരിക്കുന്നത് ഏട്ടത്തി തന്നെയാ. അതിൽ എനിക്ക് യാതൊരു സംശയമില്ല. വീണ, നിനക്ക് സംശയം തോന്നാനുള്ള പ്രായമായിട്ടില്ല, അതിനുള്ള പക്വതയും വന്നിട്ടില്ല. നല്ല വർണ്ണക്കടലാസി പൊതിഞ്ഞ് ചോക്ലേറ്റ് രൂപത്തിൽ ആരെങ്കിലും ഇച്ചിരി വിഷം തന്നാ അതുപോലും തിരിച്ചറിയില്ല. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രായം നിനക്കായിട്ടില്ല. അഥവാ മനസ്സിലാക്കിയാലും അത് വൈകിട്ടുണ്ടാവും. തിരുത്തണമെന്ന് വിചാരിച്ചാ പ്രായം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ മുതിർന്നവരിവിടെ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറണ്ട. വീട് വിട്ടു പോയവർ പെട്ടെന്ന് തിരിച്ചു വരുമ്പോ എന്തിനു വന്നു, എങ്ങനെ വന്നു എന്ന് ചിലപ്പോൾ 1000 സംശയങ്ങൾ നമുക്ക് തോന്നാം. പക്ഷേങ്കിൽ മരിച്ചു പോയവരിങ്ങനെ തിരിച്ചു വരുമ്പോ എന്തേ സംശയം തോന്നിക്കൂടെ? ചില സംശയങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ഉത്തരങ്ങളാണ് നമ്മളെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഏട്ടത്തിയെ അല്ലെന്നാണോ പറഞ്ഞു വരുന്നത്?
നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നപ്പോ ഞങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ സംശയിച്ചോ? അത് നിങ്ങളുടെ തെറ്റ്, നിങ്ങളുടെ ഉത്തരവാദിത്തമില്ലായ്മ എന്ന് കരുതി ഞാൻ നിങ്ങളെ പോലെ ആയിരിക്കണമെന്നാ പറയുന്നത്? ഞാൻ ഈ വീട്ടിലെ ആള് തന്നെയാണോ എന്ന് നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കൂ. അതിലെനിക്ക് യാതൊരു പരാതിയില്ല. പക്ഷേ ഇപ്പൊ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നവള് ഈ വീട്ടിലെ മരുമോള് തന്നെയാണോ അല്ലയോ എന്നുള്ളത് പരീക്ഷിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും എനിക്കുണ്ട്. അതെന്താണെന്ന് വെച്ചാ ഞാനും ഈ വീട്ടിലൊരു മകൻ തന്നെ. തൃശ്ശൂര് വലിയ വേദനയില്ല. ഇപ്പൊ ആര് വന്ന് അവനെ സാന്ത്വനിപ്പിച്ചാലും അവനത് ശിവാനിയായിട്ട് തന്നെ തോന്നും. അപ്പൊ ശിവാനിയെ പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി വന്ന് പറയുകയാണെങ്കിലോ അവൻ തീർച്ചയായും ശിവാനിയാണെന്ന് തെറ്റിദ്ധരിക്കും. ഇപ്പൊ ഈ വന്നവള് ഫ്രോഡ് കളിച്ച് നമ്മുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വന്നവളാണെങ്കിലോ? ഇതെല്ലാം കണ്ട് ഞാൻ വെറുതെ നിൽക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ വീട് നന്നായിരിക്കണം, അതൊരിക്കലും നശിച്ചു പോകരുതെന്ന് ആഗ്രഹം എനിക്കുണ്ട്. അങ്ങനെ സംശയം തോന്നുകയാണെങ്കിൽ അത് നമ്മൾ പരിഹരിക്കുക തന്നെ വേണം. അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? പരീക്ഷണങ്ങൾ നടത്തണം. എന്ത് പരീക്ഷണം? അത് ഞാൻ പറയാം. ഉറങ്ങാണല്ലോ, അതും കൂർക്കം വലിച്ചോണ്ട്. ഇനി അരമണിക്കൂറത്തേക്ക് ഇവിടെ എന്തായാലും എഴുന്നേക്കില്ല. ജലക്ക് ദിക്കില്ല ആജാ, ജലക്ക് ദിക്കില്ല ആജാ, ജലക്ക് ദിക്കില്ല ആജാ, ഏക് ബാർ ആജാ 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 ആജാ, ഏക് ബാർ ആജാ 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 ആജാ. ചിക്ക് പക്ക് റൈലേ കലക്കത് പാറുന്നത് സ്റ്റൈലേ. കുലിക്ക് തക്കത്തെ കുലിക്ക് തക്ക. എന്താ എന്താ? ഹലോ ഷൈലു മോളെ, ഗുഡ് മോർണിംഗ്. നീ അയ്യോ, സൈഡിൽ കൂടെ കാണുന്നുണ്ടല്ലോ. ഷൈലു, ഹായ്. ഷൈലു മോളെ, ഇനി തിരിഞ്ഞു നോക്കിക്കോ. പെൺകുട്ടികളുള്ളടുത്ത് എങ്ങനെ പെരുമാറണമെന്നുള്ള ഒരു ബോധമില്ലേ നിനക്ക്? എന്റെ പെരുമാറ്റമൊക്കെ നല്ലത് തന്നെയാ, പക്ഷേ ഈ പെൺകുട്ടികൾ ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരൊറ്റ അടിങ്ങ് തന്നാലുണ്ടല്ലോ നിന്റെ കിഡ്നി അങ്ങ് പുറത്തു വരും. അല്ല പിന്നെ ഇവിടെ എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലേ നിനക്ക്? ഹലോ, ഇത് എന്റെ സ്ഥലം, ഇതെന്റെ ലാബ്, ഇതെന്റെ അലമാര, ഇതെന്റെ റൂഫ്, ഇതെന്റെ ബെഡ്ഷീറ്റ് ആണെന്ന് പറയായിരുന്നു. അല്ല, ഇന്നലെ നീ തന്നെയല്ലേ പറഞ്ഞത് നാളെ രാവിലെ ഞാൻ 6 മണിക്ക് എഴുന്നേൽപ്പിക്കുന്നു. ഇപ്പോ ശവം പോലും നാണം കിട്ടു പോകുന്ന രീതിയിലല്ലേ കിടന്നുറങ്ങുന്നത് നീ? അല്ല, സുഖമായിട്ട് കിടന്നുറങ്ങാണല്ലോ. അതുകൊണ്ട് ഞാനും കുറച്ച് ഫ്രീ ആയിട്ട്. ഫ്രീ ആണത്രേ ഫ്രീ. ഞാൻ ലേറ്റ് ആയിട്ട് എണീക്കും, ചിലപ്പോ നേരത്തെ എണീക്കും. അതിലൊക്കെ നിനക്ക് എന്താ കാര്യമുള്ളത്? നെക്സ്റ്റ് ടൈം ഞാൻ എണീക്കുമ്പോ ഇവിടെ എങ്ങനെ നിന്നെ കണ്ടാലുണ്ടല്ലോ പറഞ്ഞേക്കാം. കാണാൻ കുറച്ച് വെളുത്ത് തുടുത്തൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചിട്ടേ അഹങ്കാരം എന്റെ അടുത്ത് കാണിക്കാൻ നോക്കുന്നോ? ഈ ശൈലവും വെളുത്ത് തുടുത്തിട്ടൊക്കെ തന്നെയാണ്. മേക്കപ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. അല്ല, അകത്ത് ഏത് സോപ്പാ ഉള്ളത്? ബോഡി ഷവർ, അലോവേര ജെൽ. എന്ത് ജൊല്ല? ഞാൻ ചോദിച്ചത് സോപ്പിന്റെ കാര്യാ മോനെ. അതൊക്കെ അകത്തന്നെ വെച്ചിട്ടുണ്ട്, പോയി എടുത്തോ. ആദ്യം പോയിട്ടേ ഡ്രസ് ഇടാൻ നോക്ക്. വീട്ടില് കുറെ സ്ഥലത്ത് ക്യാമറ ഉള്ളതല്ലേ, ഓഡിയൻസ് കണ്ടിട്ടേ പേടിച്ചു പോവണ്ട. ഓ, ഇങ്ങനെ ഇന്നേഴ്സ് മാത്രമായിട്ട് കുറച്ച് ഹോട്ടായിട്ട് നടന്നു കഴിഞ്ഞാൽ ഓഡിയൻസ് ഒക്കെ ഇംപ്രസ് ആയിട്ട് വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? നോ വേ, ചാൻസേ ഇല്ല. പൊന്നു മോനെ, നിനക്ക് ഒരു വോട്ട് പോലും കിട്ടില്ല. എല്ലാവരും എനിക്ക് മാത്രമേ വോട്ട് ചെയ്യൂ. ഞാൻ തന്നെയായിരിക്കും വിജയ്, മനസ്സിലായോ? പിങ്കു, വാ ഇവിടെ. എന്താ ഇത്?
നമ്മളെ ഇവിടെ വിട്ടിട്ട് അവര് മേലെ പോയി എന്തോ ആക്ട് ചെയ്യാണല്ലോ. ഷോ അതിന് നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നമ്മളെ വിളിക്കുമ്പോ നമ്മൾ പോയി നന്നായി പെർഫോം ചെയ്താ പോരെ. ഇവിടെ കഴിയുന്നത് വരെ നന്നായിട്ട് തിന്നും കുടിച്ചും ആസ്വദിച്ച് കഴിയാമേ. ഡോണ്ട് വറി. ആരോ വരുന്നുണ്ട്. വാ വാ വാ. വീണ, പോയി അവരെ ഒന്ന് കൂട്ടിക്കൊണ്ടുവാ. ആരെയാ? ഇത്രയും നേരം ആരെ പറ്റിയാണോ സംസാരിച്ചത് അവരെ തന്നെ. ഇന്നവള് യഥാർത്ഥ ശിവാനിയാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മെല്ലെ മെല്ലെ ബ്രോ മുഖപടം. ബ്രോ ഏട്ടത്തിയെ ചെറിയച്ഛൻ വിളിക്കുന്നുണ്ട്, വേഗം വരാൻ പറ. ഓക്കെ, അവളെ ഞാൻ കൊണ്ടുവന്നോളാം, നീ പോയിക്കോ. ശരി. നമ്മൾക്ക് എത്ര മന്ത്രങ്ങൾ അറിഞ്ഞിട്ടും എത്ര സിദ്ധികൾ ഉണ്ടായിട്ടും നമ്മുടെ നോട്ടത്തിൽ അവളെ ശിവാനിയാണോന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. ഞാനും അതിനെപ്പറ്റി തന്നെയാണ് ആലോചിക്കുന്നത് അക്ഷയണി. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ശക്തി നമ്മുടെയും അവളുടെയും ഇടയിൽ തടസ്സമായി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേറെന്തെങ്കിലും കാരണമുണ്ടോ? വന്നില്ലേ? ഇല്ല, ചേട്ടൻ കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ട് വരാൻ ഒരാൾ വേണമെന്നായോ? നന്ദേശ, ഏയ് സീറോ, ഞാൻ എന്ത് സുന്ദരിയാണല്ലേ. കാളിദാസൻ എങ്ങാൻ എന്നെ കണ്ടാലുണ്ടല്ലോ, ഉറപ്പായിട്ടും ഒരു മഹാകാവ്യം തന്നെ അദ്ദേഹത്തിന് എഴുതാനുണ്ടാകും. അതാണ് എന്റെ സൗന്ദര്യം അല്ലേ? കുറച്ച് കൂടുതലാണെന്ന് നിനക്ക് തന്നെ തോന്നുന്നില്ലേ ഇതൊക്കെ? കാളിദാസനാൻ ഉണ്ടായിരുന്നെങ്കിലേ നീ റെഡിയായി വരുന്ന ഈ സമയം കൊണ്ട് അദ്ദേഹം മുത്തച്ഛനായി മാറിയാന്. തൃശൂൽ അച്ഛാ, ശിവാനി, കൊച്ചുമലാളി വിളിക്കുന്നു. വാ മക്കളെ. അച്ഛൻ താഴേക്ക് വെക്കോ, ഞാൻ ഇവളെയും കൂട്ടിട്ട് വന്നേക്കാം. ഏയ് സീറോ, കുറെ നേരിട്ട് നീ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞോണ്ടുണ്ടല്ലോ. ആ ശിവാനി വിളിച്ചിട്ട് വേഗം പോ. എന്തെങ്കിലും അർജന്റ് മാറ്റർ ആയിരിക്കും. മോളെ ഒന്ന് ക്യാരക്ടറിലേക്ക് വരും മോളെ, നീയാണ് ശിവാനി. അയ്യോ കറക്റ്റ്, ഞാനത് മറന്നേ പോയിട്ടോ. അല്ല, താഴെ എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നിന്റെ അനിയത്തിയുടെ ക്യാരക്ടറിൽ നിന്ന് ആ കുട്ടി വന്ന് വിളിച്ചു, അത് കഴിഞ്ഞ് ഡ്രൈവർ ക്യാരക്ടറിൽ നിന്ന് ആ പുള്ളി വന്നു. വാ വാ വാ, വേഗം പോ. വാ തൃശൂൽ. പിങ്കു, ഒരു 25 വർഷം മുൻപ് ഇത്തരമൊരു റിയാലിറ്റി ഷോയിൽ ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലേ തന്നെ ചേഞ്ച് ആകുമായിരുന്നു. കറക്റ്റ്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്റെ ഈ ഫിഗറിന്, എന്റെ ഈ ലാസ്യ ഭംഗിക്ക് ഏതെങ്കിലും ഒരു പണക്കാരനെ വലയിൽ വീഴ്ത്തി എന്നോട് പ്രേമം തോന്നി എന്നെ കല്യാണം കഴിച്ച് ഞങ്ങൾ അങ്ങനെ സുഖമായിട്ട് സെറ്റിലാവുമായിരുന്നു. മതി മതി മതി, നിർത്തിക്കേ. ഞാനെന്താ മോശമാണോ? അങ്ങനെയല്ല, നിങ്ങളെക്കാൾ ഞാൻ കുറച്ച് കൂടുതലാണെന്നാ പറഞ്ഞത്. അല്ല, അത് രണ്ടും ഒന്ന് തന്നെയല്ലേ? പിങ്കു, ക്യാമറ ക്യാമറ ക്യാമറ. നമസ്കാരം. ഇതെന്താ ഈ സമയത്തൊരു നമസ്കാരം? ഓ, അതാണോ ശിവാനി ഹിമാലയത്തിലുള്ള സമയത്ത് എന്ന് കരാട്ടെ പഠിച്ചത് കൊണ്ടാ. കൂട്ടത്തില് കുംഫു പഠിച്ചിരുന്നു. ആ ഗുരുജി ഇങ്ങനെ കുഞ്ഞു നമസ്കരിക്കാൻ പറഞ്ഞു കൊടുത്തു. നോക്കട്ടെ, ഒന്ന് കാണിച്ച മോളെ. നമസ്കാരം. ഓ, അതൊക്കെ ഇരിക്കട്ടെ. ശിവാനി, മുത്തശ്ശിയുടെ മുറിയില് ഭഗവത്ഗീത ഇരിപ്പുണ്ട്, മോള് പോയി നിർത്തുണ്ട്.
താങ്ക്സ് മോളെ. ഇറ്റ്സ് ഓക്കെ അമ്മ, നോ പ്രോബ്ലം. ഇവരെല്ലാം നിന്നെ പറ്റി പറയുമ്പോ നീ ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്യില്ലെന്നാണല്ലോ പറഞ്ഞേ. ഓ, ഷോ തുടങ്ങി. അപ്പൊ ക്യാമറ എല്ലാം ഓണിലാണെന്ന് തോന്നുന്നല്ലോ. അതെന്താന്ന് വെച്ചാലേ, ഞാൻ ഹിമാലയത്തിലുണ്ടായിരുന്നപ്പോഴേ അവിടെ കൂടുതലായിട്ട് വിദേശികളാ വന്നോണ്ടിരുന്നത്. അപ്പോ അവരോട് ഇംഗ്ലീഷിൽ സംസാരിച്ച് എനിക്കതങ്ങ് ശീലമായിപ്പോയി. അതാ. ഏട്ടത്തി, എന്റെ റൂമിൽ പോയി എന്റെ റിംഗ് ഒന്ന് എടുത്തോണ്ട് വരുമോ പ്ലീസ്? എന്റെ കാല് വയ്യാത്തോണ്ടാ. കൊണ്ടുതരാലോ. ഏട്ടത്തി, എന്റെ റൂം അവിടെയല്ല. നിന്റെ റൂം എനിക്കറിയാലോ, അവിടെയല്ലേ? ഇപ്പൊ വരാം. താങ്ക് യു. ഒന്ന് തന്നെ, എന്റെ റൂമിലെ കബോർഡില് ഡെയിലി മെയിൻ്റനൻസിന്റെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് എടുത്തോണ്ട് വാ. നിങ്ങളെല്ലാരും എന്താ ഇങ്ങനെ പെരുമാറുന്നേ? ഇവിടെ ഓരോരുത്തരുടെയും മുറി എവിടേക്കാണെന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. അല്ല, കുറച്ചുനാൾ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചിട്ട് എല്ലാം ഞാൻ മറന്നു പോകുന്നാണോ അതിനർത്ഥം? വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മുത്തശ്ശിയുടെ മുറി അവിടെ, ഗോവിന്ദ മാമന്റെ മുറി അവിടെ, വീണയുടെ റൂം ഇത്, പിന്നെ നിങ്ങൾ രണ്ടുപേരും അവിടെ. നന്ദീശൻ അങ്കിൾ ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്. എനിക്ക് എല്ലാം ഓർമ്മയുണ്ടെന്നേ. നിങ്ങൾക്കൊക്കെ ഇപ്പോഴും എന്നെ സംശയമാണല്ലേ? അല്ല, നിങ്ങളൊക്കെ എന്താ കരുതിയിരിക്കുന്നേ? ശൈലു എന്ന് പറഞ്ഞ അതെന്താ പറയാൻ വന്നെന്ന് വെച്ചാലേ, ശ്രീശൈലത്തിലുള്ള മല്ലികാർജുന സ്വാമിയുടെ ആശീർവാദം കൊണ്ട് എനിക്ക് പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ഓർമ്മയുണ്ടെന്ന്. അതാ. ഹായ് ഗൈസ്, ഇത് ഞാനാ, നിങ്ങളുടെ പ്രിയപ്പെട്ട ശൈലു. എന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് തന്നെ വോട്ട് ചെയ്യണം കേട്ടോ. ഇവളെന്താ ഈ ചെയ്യുന്നേ? പ്രാർത്ഥിക്കുകയാണ്. കാഠ്മണ്ഡുവിലെ പശുപതിനാഥരെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇതും ഹിമാലയത്തിൽ നിന്ന് തന്നെ പഠിച്ചാണോ?